നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ചെറുതും ഇച്ചിരി വലുതുമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, വാട്സപ്പിന്റെ ഈ ഫേക്ക് ആയുള്ള ന്യൂസ് പടരുന്നതിനെ പ്രതി അവർ സെറ്റിംഗ്സ് വരുത്തിയിരുന്നു കുറച്ചു കാലം മുമ്പ്. അതായത് വാട്സപ്പിൽ ഒരു മെസ്സേജ് 5 പേർക്ക് മാത്രമേ മാക്സിമം ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട ഇമ്പോർട്ടന്റ് ആയുള്ള എന്തെങ്കിലും കാര്യം കൂടുതൽ പേരെ പെട്ടെന്ന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറ്റില്ല. 5 പേരെ ഫോർവേഡ് ചെയ്ത് പിന്നെ അവിടുന്ന് 5 പേരെ ഫോർവേഡ് അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വാട്സപ്പ് വേറൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മെസ്സേജ് ഒരുപാട് പേർക്ക് ഒറ്റയടിക്ക് അയക്കാൻ വേണ്ടി. ആ ഒരു സംവിധാനത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന്റെ പേരാണ് വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിംഗ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിന്റെ മുകളിൽ ആ ഓപ്ഷൻസിന്റെ 3 ഡോട്ട് ഉണ്ടല്ലോ, അതേ പിടിച്ച് നിൽക്കുക. അത് കഴിയുമ്പോൾ അതിന്റെ അകത്ത് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതേ പിടിച്ച് നിൽക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കോൺടാക്ട്സ് എല്ലാം കാണാൻ സാധിക്കും. 0 of 256 എന്ന് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ എത്രയൊക്കെ കോൺടാക്ട് സെലക്ട് ചെയ്താൽ 256 പേർക്ക് വരെ ഒരു ബ്രോഡ്കാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും ആഡ് ചെയ്തതിനു ശേഷം താഴെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ തന്നെ അവിടെ ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ടായി. ഒരു സാധാരണ ഗ്രൂപ്പ് പോലെ തന്നെ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് നിൽക്കും. നമുക്ക് വേണമെങ്കിൽ അതിന്റെ പേര് ചേഞ്ച് ചെയ്യാം, പിന്നെ കൂടുതൽ പാർട്ടിസിപ്പൻസിനെ എഡിറ്റ് ചെയ്ത് കയറ്റാം. വേണമെങ്കിൽ ആ ബ്രോഡ്കാസ്റ്റ് ഡിലീറ്റ് ചെയ്യാം, വീണ്ടും എഡിറ്റ് ചെയ്ത് കുറെ പേരെ കളയാം. അങ്ങനെ നമുക്ക് അതിനകത്ത് ഇഷ്ടമുള്ളതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബ്രോഡ്കാസ്റ്റിൽ കയറിയതിനു ശേഷം എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് പോലെ അല്ല, ഈ എല്ലാവർക്കും പേഴ്സണൽ മെസ്സേജ് പോയ പോലെ തന്നെ ഈ ബ്രോഡ്കാസ്റ്റ് ഉള്ള എല്ലാവർക്കും മെസ്സേജ് പോകുന്നതായിരിക്കും. അതാണ് ഈ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിംഗ്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു വിവരം ഷെയർ ചെയ്യാനോ, എന്തെങ്കിലും ഒരു ലിങ്ക് ഷെയർ ചെയ്യാനോ, എന്തെങ്കിലും പോസ്റ്റ് ലിങ്ക് ഷെയർ ചെയ്യാനോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫീച്ചർ ഒരുപാട് ഉപകാരമായിരിക്കും. ഇപ്പോൾ ഒരു സാധാരണ യൂട്യൂബിന്റെ വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ പോലും ബ്രോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും മെസ്സേജ് പോവുകയും ചെയ്യും. പക്ഷേ ഗ്രൂപ്പ് പോലെ അല്ലാതെ എല്ലാവർക്കും പേഴ്സണൽ ആയിട്ട് ഒറ്റയടിക്ക് പൊക്കോളുകയും ചെയ്യും. അതാകുമ്പോൾ വളരെയധികം എളുപ്പമുണ്ട്. പക്ഷേ നമ്മൾ ബ്രോഡ്കാസ്റ്റിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മെസ്സേജ് റിസീവ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും അറിയാൻ സാധിക്കും. കാരണം ബ്രോഡ്കാസ്റ്റിന് ചെറിയൊരു ബട്ടൺ ഉണ്ട്, ആ ഒരു ചിഹ്നം ആ മെസ്സേജിന്റെ അടിയിൽ കൃത്യമായിട്ട് കാണിക്കും. അതുകൊണ്ട് തന്നെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സ്വീകരിക്കുന്നവർക്ക് അത് ബ്രോഡ്കാസ്റ്റ് കൂടെ അയച്ചതാണെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു കുഴപ്പമേ ഉള്ളൂ. എന്നാലും അത് നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ വളരെ ഉപകാരമുള്ളൊരു വാട്സപ്പിന്റെ നല്ലൊരു ഫീച്ചറാണിത്. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോയെ കുറിച്ച് അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക, കൂട്ടരൊക്കെ ഷെയർ കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.